നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ PMAY ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്കായി അടിയന്തര ഭവന പൂർത്തീകരണ നടപടികളുമായി അധികൃതർ രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. PMAY ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണം ആരംഭിച്ച് വിവിധ കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്കായി അടിയന്തര ഭവന പൂർത്തീകരണ നടപടികളുമായാണ് പട്ടാമ്പി നഗരസഭ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പദ്ധതി 100% വിജയത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭയുടെ ഈ ഇടപെടൽ നടക്കുന്നത്. ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള ഗുണഭോക്താക്കളുടെ യോഗം നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നിർമ്മാണം പാതി വഴിയിലായ ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും യോഗത്തിൽ നേരിട്ട് കേട്ട് മനസ്സിലാക്കി. വീടുകളുടെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയുമായി നഗരസഭ ഒപ്പമുണ്ടാകുമെന്നും ചെയർമാൻ യോഗത്തിൽ ഉറപ്പു നൽകി. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമൽ S, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജിതേഷ് മോഴിക്കുന്നം, സഫ നിസാർ, K സഫീദ, ആശ സന്തോഷ്, കൗൺസിലർമാരായ TP ഉസ്മാൻ, P സാദിഖ്, ഷംസീന, C കൃഷ്ണദാസ്, CP സജാദ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂർ പാടത്ത് ഓവുപാല നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് കാർ നിയന്ത്രണം വിട്ട് അപകടം. പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങിൽ പാടത്ത് ഓവുപാല നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് അപകടം സംഭവിച്ചത്. ആളപായമില്ല. ഓങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്ന കാറാണ് അപ്രോച്ച് റോഡിന് സമീപത്ത് പാലത്തിനോട് ചാരിവെച്ച കോൺക്രീറ്റ് ബീമിൽ ഇടിച്ച് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. പാല നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സമീപത്തെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പരാതി. ഈ വഴി ആദ്യമായി വരുന്നവർ ഉൾപ്പെടെയുള്ളവർ ഇതുമൂലം ഇവിടെയെത്തിയാൽ ആശയക്കുഴപ്പത്തിലാകും. രാത്രികാലങ്ങളിൽ എത്തുന്ന യാത്രക്കാരാണ് ഇതിന്റെ ദുരിതം കൂടുതൽ അനുഭവിക്കുന്നത്. ബാരിക്കേഡുകളോ മറ്റു മുന്നറിയിപ്പ് ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജമാക്കി ആധുനികവൽക്കരിക്കുമെന്ന് VT ബൽറാം MLA. CHCയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ OP കെട്ടിടം, നഴ്സിംഗ് സ്റ്റേഷൻ, ഡയാലിസിസ് സെന്റർ, രോഗികളുടെ കിടത്തി ചികിത്സാ കെട്ടിടം, കോൺഫറൻസ് ഹാൾ, ഫാർമസി, പാലിയേറ്റീവ് വിഭാഗം, കുത്തിവെപ്പ് കേന്ദ്രം, ഓഫീസ് കെട്ടിടം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ സന്ദർശിച്ച MLA പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനും നിലവിലുള്ള പുതിയ കെട്ടിടങ്ങൾ കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിനും വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നും ആരാഞ്ഞു. താൻ MLAയും ET മുഹമ്മദ് ബഷീർ MPയുമായിരുന്ന കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഡയാലിസിസ് സെന്റർ നൂറുകണക്കിന് പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സഹായകരമായതിനു പുറമെ കേരളത്തിന് മാതൃകയായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും VT ബൽറാം പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ MLAയുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പുതിയ വികസന മാറ്റങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കഴിയാവുന്ന പരമാവധി ഫണ്ട് നീക്കിവെക്കുമെന്നും ആശുപത്രി സന്ദർശനത്തിൽ MLAയ്ക്കൊപ്പമുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉറപ്പു നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി സൂപ്രണ്ട് MS ശ്രീകുമാർ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. താൽക്കാലികമായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ആശുപത്രി അധികൃതർ MLAയ്ക്ക് കൈമാറി. കുന്നത്ത് ആശുപത്രി എന്ന മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് VT ബൽറാം പറഞ്ഞു. ആത്മവിശ്വാസമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് VT ബൽറാം MLA പറഞ്ഞു. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ് പകരുന്നതിനപ്പുറം ആത്മവിശ്വാസം പകരലാണ് ഇന്നത്തെ തലമുറയ്ക്ക് അനിവാര്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക MLA പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി ടീച്ചർ സ്മരണിക ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ദിവ്യ, തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ പ്രമോദ്, PTA പ്രസിഡന്റ് PM ശശികുമാർ, SMC ചെയർമാൻ മണികണ്ഠൻ, PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി, SMC പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് ഷീല, മാഗസിൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ജയശ്രീ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PB ഷെൽജ സ്വാഗതവും HM ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടിയ കൃഷ്ണജ ഉൾപ്പെടെ SLC, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളായവരെയും ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു.
ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ SSC വനിതാ കർഷക ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ SC വനിതാ കർഷക ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്യുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ഓങ്ങല്ലൂരിൽ നടപ്പാക്കുന്ന ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ ഭാഗമായാണ് തൈ വിതരണം നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കിലോ കണക്കിന് അവരവിടുന്ന് കൊണ്ടുവന്ന് ആ തമിഴ് ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരവസ്ഥ, അതിനൊരു മാറ്റം വരാൻ വേണ്ടി നമ്മുടെ ബ്ലോക്കിൽ 20,000-ൽ പരത്തില് തൈകൾ നമ്മൾ ഈ ബ്ലോക്കിൽ വിതരണം ചെയ്യും, വിവിധ പഞ്ചായത്തുകളിലായിട്ട്. അപ്പൊ നമുക്കറിയാം, ഏറെക്കുറെ പര്യാപ്തമായ ഇതൊക്കെ നേരെ കിട്ടുകയാണെങ്കിൽ കാലാവസ്ഥ എല്ലാ കൃഷിക്കുണ്ട് വിവിധങ്ങളായ വെല്ലുവിളികൾ, അതൊക്കെ നേരിട്ട് കൊണ്ട് നമുക്ക് ഈ പൂവ് ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നമ്മുടെ പട്ടാമ്പി ബ്ലോക്കിൽ ഏറെക്കുറെ നമുക്ക് ഈ വിതരണം ചെയ്ത തൈകളിൽ നിന്നുള്ള പൂവ് പര്യാപ്തമാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത്. കാർഷിക രംഗത്തെ കാര്യങ്ങളൊക്കെ കൃഷിക്കാരും അതേപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നവരാകൊണ്ട് വിശദമായിട്ട് ഒരു പറയേണ്ട ആവശ്യമില്ല. പല വെല്ലുവിളികൾ എല്ലാ രംഗത്തും, പൂക്കൃഷിയിൽ മാത്രമല്ല, മറ്റേ തെങ്ങ്, കവുങ്ങ്, ചേന, ചേമ്പ്, വാഴ, ഏതേത് കൃഷിയായാലും ഇന്ന് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടും. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഈ കൃഷിക്ക് സഹായകരമായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ഗവൺമെന്റ് ആയാലും അതിനൊരു സഹായം, ഒരു കൈത്താങ്ങ് കൊടുക്കാനുള്ള ഒരു പരിപാടിയുടെ ഒരു ഭാഗം കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ഹരികൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന, പട്ടാമ്പി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ കൃഷി അസിസ്റ്റന്റ് രേഷ്മ R, അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ വൃന്ദ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി വള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് അനീഫ ഫോട്ടോ വേൾഡിന്റെ അധ്യക്ഷതയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗിരീഷ് പട്ടാമ്പി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജയറാം വാഴങ്കുന്നം, ജില്ലാ കമ്മിറ്റി അംഗം ഷംസു, മേഖലാ സെക്രട്ടറി ബാബു പ്രണവം, ട്രഷറർ സമദ് കൊപ്പം, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീകല, മുഹമ്മദ് അലി, മണികണ്ഠൻ, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് സിജു മാത്യു, മേഖലാ PRO വിഷ്ണു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികൾക്ക് മധുരം നൽകിയും വിത്തുപേന നൽകിയും വൃക്ഷത്തൈ നട്ടുമായിരുന്നു ദിനാചരണം നടത്തിയത്. കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിട്ടുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിട്ടുണ്ടോ? നമ്മള് ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് വൃക്ഷങ്ങൾ ശ്വസിക്കും, എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടും അല്ലേ? അപ്പൊ ഓക്സിജൻ, നമുക്ക് ഓക്സിജൻ കിട്ടുന്ന എന്ത് വേണം? ഈ വൃക്ഷങ്ങൾക്കൊക്കെ ഓരോ വൃക്ഷത്തിനും ഓരോ കഴിവുകളുണ്ട്. അപ്പോ മുരിങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരിങ്ങ, എന്തിനാ മുരിങ്ങ അറിയാം? ഒരു വീട്ടിലെ ഒരു മുരിങ്ങയെങ്കിലും വേണം, മുരിങ്ങ മരെങ്കിലും വേണം. എന്താ കാരണം എന്നറിയാം? ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനുള്ള കഴിവുള്ള മരങ്ങളിൽ ഒന്നാണ് മുരിങ്ങ. അതുകൊണ്ടാണ് കാൽസ്യം കൂടുതലുള്ള, എന്താ കാൽസ്യം കേട്ടുണ്ടോ? കാൽസ്യം കേട്ടുണ്ടോ? നല്ല ശക്തി ഉണ്ടാവട്ടെ, നല്ല എല്ലുകൾ, നമുക്ക് എല്ലില്ലേ ഇല്ലേ? കയ്യും കാലിലൊക്കെ എല്ല് പൊട്ടി, അത് വീണൊക്കെ എല്ല് പൊട്ടിയെന്നൊക്കെ പറയും അല്ലേ? അപ്പൊ ആ എല്ലുകൾക്ക് ശക്തി ഉണ്ടാവാനുള്ള സാധനം എന്താ വെച്ചാൽ കാൽസ്യം. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ അധ്യക്ഷയായി. MLAയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP സുലൈഖ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 100% വിജയം കൈവരിച്ച നാഗലശ്ശേരി ഹൈസ്കൂളിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ഹസീന, വാർഡ് മെമ്പർമാരായ അരുൺകുമാർ, തൃത്താല AO പ്രസാദ് മാസ്റ്റർ, ഡോക്ടർ രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി TR ഷാജ തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് തീർച്ചയായും വിജയികൾക്ക് തുടർച്ചയുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യങ്ങളിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ പ്രിയപ്പെട്ട ഡോക്ടർ
APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരിക്കലും പറഞ്ഞു, ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകും. ആദ്യ വിജയം കേവലമായ ഭാഗ്യം കൊണ്ടാകും എന്ന് പറയാൻ ഈ സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് വിജയങ്ങൾ തുടർച്ചയുണ്ടാകുക എന്നത് ഏറ്റവും പ്രധാനം. ആ തുടർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് കുറുക്ക് വഴികളില്ല. അതിന് ഇപ്പോൾ 15 വയസ്സ് വരെ അല്ലെങ്കിൽ 17 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ പാലിച്ചിരുന്നു കഠിനാധ്വാനം വെല്ലുവിളി. എല്ലാത്തിനും പ്രധാനം കഠിനാധ്വാനവും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും സമർപ്പണമായ ബോധവും അതോടൊപ്പം തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ജീവിതത്തിൽ A+ നേടാൻ ഒരു 5-6 വർഷങ്ങൾ കൂടി സാധിക്കുക എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഏറ്റവും ആമുഖമായി പറയുന്നത്. ഇപ്പോൾ പഴയതുപോലെയല്ല, നേരത്തെ ഒരു 25 വയസ്സിൽ സെറ്റ് ചെയ്താൽ മതി. അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ പൊതുവെ വിദ്യാർത്ഥികൾ സാമ്പത്തികമായ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കുട്ടികളെ രൂപപ്പെടുത്തുന്ന ഒരു കാലം. ഞാനിങ്ങോട്ടേക്ക് വരുമ്പോൾ മോഹൻലാലിൻ്റെ ബോർഡ് വെച്ച് പ്രത്യേകമായ പരസ്യം പല സ്ഥലങ്ങളിലും 23 വയസ്സിൽ ലൈഫ് സെറ്റാണ്. ഇതാണ് പരസ്യത്തിൻ്റെ. കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്ദിയംകോടിന്റെ കരിമ്പന വിത്തുപാകി നട്ടുവളർത്തുന്ന വിത്ത് യാത്ര 11ാം എഡിഷൻ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. വരവൂർ പഞ്ചായത്തിലെ തളി മുക്കൂട്ടൻചിറ തോട്ടുവരമ്പിൽ കരിമ്പന വിത്തുകൾ പാകി. കഴിഞ്ഞ 10 വർഷമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ തോടരുകുകളിലും പാടവരമ്പുകളിലും പുഴയോരത്തും വംശനാശം ഭീഷണി നേരിടുന്ന കരിമ്പനകളെ നട്ടുവളർത്തുന്ന പദ്ധതിയാണ് വിത്ത് യാത്ര. വിത്ത് യാത്രയിലും വിത്ത് ശേഖരണത്തിലും വരവൂർ മുൻ പഞ്ചായത്ത് അംഗം സേതുമാധവൻ, ഉണ്ണിക്കുട്ടൻ പെലക്കാട്, വിനീത് നീണ്ടൂർ തുടങ്ങിയവരും നാട്ടുകാരും പങ്കുചേർന്നു. വിത്ത് യാത്ര മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കും. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വിത്ത് യാത്രയുടെ ഒരു സങ്കല്പമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരൻ ഉണ്ണിക്കുട്ടൻ പെലക്കാട് അരികിൽ വന്ന് പറഞ്ഞത്. ഇന്നാണ് കാലത്ത് വന്നിട്ടാണ് പറഞ്ഞത് ഇതേമാതിരി ഇങ്ങനെ സംഭവങ്ങളുണ്ട്. ഇതിനു മുന്നേ എനിക്കെല്ലാം അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും ഞാനും പങ്കെടുക്കാൻ തയ്യാറാണ്. എനിക്കെല്ലാം ഈ വക കാര്യങ്ങളിലെല്ലാം എനിക്ക് നല്ല താല്പര്യമുള്ളതാണ്. ഇനി അങ്ങോട്ടും ഈ വർഷം എന്നല്ല തുടർന്നുള്ള വർഷങ്ങളിലും ഉള്ളവരയ്ക്കും ഇതിനെക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഈ വക കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവരോട് എല്ലാവരും കൂടി നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ തയ്യാറാണ്. നല്ലൊരു ടൂറിസം സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് വരവൂർ പഞ്ചായത്ത്. ഭൂപ്രകൃതി കൊണ്ടും ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടൊക്കെ ഏറ്റവും ഭംഗിയുള്ള, പ്രത്യേകിച്ച് വലിയ ഒരു തോട്, ഭാരതപ്പുഴയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു വലിയ തോടിൻ്റെ ഒരു 3/4 ഭാഗം വരവൂർ പഞ്ചായത്തിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പം അങ്ങനെ ഇവിടെ ഒരുപാട് ടൂറിസം സാധ്യതകൾ കൂടി ഈ തോട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 10 കൊല്ലമായിട്ടും വിത്ത് യാത്ര വളരെ മുടക്കമില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ പെലക്കാടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാറ്. ഇക്കുറി മാധ്യമപ്രവർത്തകനായിട്ടുള്ള വിനീതുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനമായിട്ട് സേതുവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും, തോട്ടുവരമ്പത്തേക്ക് എത്തും. നമ്മളിപ്പോൾ ചെയ്യുന്നത് തളി അവിടെയുള്ള ഒരു വലിയ തോട്ടുവരമ്പത്താണ്. അപ്പോൾ അവിടെ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട്. അതെ, ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.